വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാജഗിരി ഹോസ്പിറ്റലിനും ഇൻഫോ പാർക്കിനും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനും എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3 BHKയുടെ വിശേഷങ്ങളുമായിട്ടാണ്. അതും 4 സെന്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും 2 കാർ പാർക്കിംഗ് സ്പേസും വർക്ക് ഏരിയയും അടങ്ങുന്ന ഈ ഒരു 3 BHK ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും 600 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 8 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്കും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററും കാക്കനാടേക്ക് 16 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 17 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന് ബോക്സി എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി വളരെ മനോഹരമായ ഒരു കളർ കോമ്പിനേഷനും സ്ക്വയർ ടോപ്പ് ഡിസൈനും ടെക്സ്ചർ പെയിന്റ് വർക്കുമാണ് വന്നിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ വിശാലമായ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. കൂടാതെ ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറായി കുടിവെള്ളത്തിനായുള്ള കിണറും നൽകിയിട്ടുണ്ട്. വീടിന്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെ സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും ഉണ്ട്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഫുള്ളി ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 4-5 ചെയർ ഇടാനുള്ള സ്പേസും വരുന്നുണ്ട്. മെയിൻ ഡോറിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്ക് ദർശനമായിട്ട് മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് വരുന്നത്. വലുപ്പമുള്ള ഒരു വുഡൻ ഹാൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ ലിവിംഗ് സ്പേസിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് ലിവിംഗിൽ വരുന്നുണ്ട്. വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ TV യൂണിറ്റിൽ ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിൽ അത്യാവശ്യം സ്റ്റോറേജും ഡക്ക സ്പേസോടും കൂടിയിട്ടാണ് വരുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ കോർട്ട്യാർഡിനുള്ള ഒരു സ്പേസും വരുന്നുണ്ട്. അവിടേക്ക് ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ഭംഗിയായിട്ട് പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തും ഭംഗിയായി തന്നെയാണ് സീലിംഗ് വർക്കുകൾ വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാന്റെ വയേഴ്സും ഹൈഫൈയുടെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് വന്നിരിക്കുന്നത്. വുഡ്, മഹാഗണിയും ആഞ്ഞിലിയുമാണ് വന്നിരിക്കുന്നത്. ഈ വീടിന് ഓപ്പൺ കിച്ചൺ ആണ് ഉള്ളത്. കിച്ചണിന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. ചേർന്നൊരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. കണ്ടിന്യൂ ചെയ്ത് ഭംഗിയുള്ള ഒരു പാനലിംഗും വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിൽ വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്ക്, 2 ടാപ്പ് വരുന്നുണ്ട്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 11.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. ധാരാളം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാർഡ്രോബ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഒരു കോർണറിലേക്ക് മാറി വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. വലുപ്പമുള്ള വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബ് വരുന്നുണ്ട്. 4 സെന്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 45 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, പ്ലോട്ടുകൾ, വില്ലകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.